സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം തൃക്കരിപ്പൂരിൻ്റെ MLA ഇതാ കുടുംബസമേതം ഭക്ഷണം കഴിക്കാനായി എത്തിയതാണ്. ഇവിടെ ശല്യപ്പെടുത്താണോ എന്ന് കരുതരുത്, ഞങ്ങളുടെ സ്റ്റാർ ഇന്ന് നിങ്ങളാണല്ലോ, അതുകൊണ്ടാണ്. ചേട്ടാ, എങ്ങനെയുണ്ട് ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ്? വളരെ നല്ല അനുഭവമായിരുന്നു. പ്രത്യേകിച്ച് സത്യപ്രതിജ്ഞ ചൊല്ലുന്ന സമയത്ത് ശ്രീ രാഹുൽ ഗാന്ധി ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങളുണ്ട്, ഭരണഘടനാ മൂല്യങ്ങളോടുള്ള അദ്ദേഹത്തിനൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. അത് തീർച്ചയായിട്ടും അതൊരു മാതൃകാപരമായിട്ട് എനിക്ക് തോന്നി. അത് തീർച്ചയായിട്ടും അത് ചെയ്യാൻ സാധിച്ചു. എന്നെ ബഹുമാനപ്പെട്ട തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ അഭിനന്ദിക്കുകയുണ്ടായി. രാഹുൽ ഗാന്ധി ഓർത്തുകൊണ്ട് തന്നെയാണോ അങ്ങനെ ഉയർത്തിപ്പിടിച്ചത്? തീർച്ചയായും അദ്ദേഹമാണ് പ്രേരണ, അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ചെയ്തത്. കാരണം ഇന്നത്തെ കാലത്ത് ഭരണഘടനാ മൂല്യങ്ങൾ വലിയ തോതിൽ അവഹേളിക്കപ്പെടുന്ന സമയത്ത് തെരുവിൽ സമരം ചെയ്യുന്ന ചെറുപ്പക്കാരെ പാറ്റകളോട് ഉപമിക്കുന്ന കാലത്ത് തീർച്ചയായിട്ടും ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഭരണഘടനയുള്ള കമ്മിറ്റ്മെൻറ്റ് കാണിക്കുക എന്ന പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. രാഹുൽ ഗാന്ധി അതവിടെ ഉയർത്തിപ്പിടിച്ച് സത്യപ്രതിജ്ഞ ചെയ്ത സമയത്ത് വലിയ വിവാദങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് വിമർശനങ്ങൾ ഉയർന്നിരുന്നു. അപ്പോൾ ഇത്തവണ അങ്ങനെ ഒരു വിമർശനം പ്രതീക്ഷിക്കുന്നുണ്ടോ? വിമർശനമല്ല, എനിക്ക് തോന്നുന്നത് വളരെ വ്യാപകമായിട്ട് അത് സ്വീകരിക്കപ്പെട്ടു എന്നാണ്. ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ നോക്കുന്ന സമയത്തും അത് വളരെ രീതിയിൽ വെൽക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പോലെ നാളെ സ്പീക്കറായിട്ട് തിരഞ്ഞെടുക്കപ്പെടാൻ പോകുന്ന അദ്ദേഹത്തെ പോലെ സീനിയർ നേതാവ് തന്നെ അത് അഭിനന്ദിച്ചു. അപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നുന്നു. അടക്കമാണ് ഇനിയിപ്പോൾ അങ്ങോട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ ഇന്ന് ഇവിടെ ട്രിവാൻഡ്രത്തെ ഏറ്റവും നല്ല സദ്യ കിട്ടുന്ന സ്ഥലത്ത് വന്നൊരു ഭക്ഷണം കഴിക്കാമെന്ന് കരുതി. വൈഫാണ് ഷീജ, അവളെ കൂട്ടിക്കൊണ്ട് ഇവിടുത്തെ ഭക്ഷണം വാങ്ങിക്കൊടുത്തു. ഫാമിലിയൊക്കെ വന്നതാണ്. അതിന് മുന്നേ ഒരു കാര്യം കൂടി ചോദിക്കണം. ഇപ്പോൾ പാലക്കാട് നമ്മൾ തൃക്കരിപ്പൂരിലേക്ക് മാറി, ഒരു തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തൊരു ഷിഫ്റ്റ് ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ തിരുവനന്തപുരത്തേക്ക് കൂടി സ്വാഭാവികമായിട്ടും മാറണമല്ലോ. അപ്പോൾ അങ്ങനെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരു ഇടം കണ്ടെത്തുക അല്ല, അതൊരു ഒരു പ്രാക്ടിക്കൽ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്നാൽ പോലും ഞങ്ങൾ തിരുവനന്തപുരത്ത് മോൻ്റെ സ്കൂൾ ഇങ്ങോട്ടാക്കാൻ, കാരണം അവൻ്റെ പഠനമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾക്ക് വേണ്ടി ഇവിടെ സ്കൂൾ ഇങ്ങോട്ടാക്കുന്നുണ്ട്. തൃക്കരിപ്പൂരിലായിരിക്കും ഞാൻ അവിടെ വീടെടുത്തിട്ടുണ്ട്, അവിടെയാണ് താമസിക്കുന്നത്. പിന്നെ എന്തായാലും ആഴ്ചയിൽ 1-2 ദിവസമെങ്കിലും തിരുവനന്തപുരത്ത് വരണമല്ലോ. പല രീതിയിൽ തിരുവനന്തപുരം ഈ പാലക്കാട് പോകണം. പക്ഷേ 3 സ്ഥലങ്ങളിലുമായിട്ട് ഇങ്ങനെ യാത്ര, കേരളം മുഴുവൻ യാത്ര ചെയ്യേണ്ട അവസ്ഥയിലാണ്. നേരത്തെയും തിരക്കിട്ടൊരു പ്രവർത്തകനാണ്, പക്ഷെ ഇപ്പോൾ ഒരു MLA കൂടി ആവുന്നു, അപ്പോൾ തിരക്ക് കൂടുകയാണ്. അതെ എന്തോ ഒരു കുഴപ്പമാണോ? തിരക്കല്ലല്ല, ഒരിക്കലല്ല. ആ പ്രയോറിറ്റി എപ്പോഴും ഉണ്ടാവുമല്ലോ. ഒത്തിരി സന്തോഷമേ ഉള്ളൂ അതിൽ. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യാനായി എത്തുന്നു? എങ്ങനെ തോന്നി ആ ഒരു മൊമെൻറ്റ്? ഒത്തിരി ബെസ്റ്റ് മൊമെൻറ്റ് ഇൻ മൈ ലൈഫ്. ഒത്തിരി ഫാമിലിയായി എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ ഈ സന്തോഷം ഇനി അങ്ങോട്ടും പോട്ടെ. ഈ പറഞ്ഞതുപോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ, അത് മണ്ഡലത്തിലായാലും മറ്റ് എല്ലായിടത്തും ആയാലും. താങ്ക് യു സോ മച്ച്. തീർച്ചയായിട്ടും തൃക്കരിപ്പൂരിലെ ജനങ്ങളോടാണ് എല്ലാ നന്ദിയും കടപ്പാടും ഉള്ളത്. അവരാണ് ഹൃദയം തുറന്ന് സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ അവരോട് കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. 5 വർഷം അവർക്ക് വേണ്ടി, എൻ്റെ ജീവിതം പൂർണ്ണമായിട്ട് അവർക്ക് വേണ്ടിയുള്ളതാണ്. എങ്ങനെയുണ്ട് തിരുവനന്തപുരത്ത് ഭക്ഷണം? അടിപൊളിയാണ്. അവളുടെ അച്ഛൻ തിരുവനന്തപുരംകാരനാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് പേരുള്ള ആളാണ്. അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ അതാണ്, സത്യപ്രതിജ്ഞയൊക്കെ കഴിഞ്ഞ കുടുംബസമേതം ഭക്ഷണം കഴിക്കുകയാണ്. ഈ പറഞ്ഞതുപോലെ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് സത്യപ്രതിജ്ഞ ചെയ്തിരുന്നത്. അത് തന്നെ വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി അങ്ങോട്ട് തിരുവനന്തപുരത്തേക്ക് കൂടി ഒരു ഷിഫ്റ്റിംഗ് നടത്തുകയാണ് സന്ദീപ് വാര്യർ. അങ്ങനെ എല്ലായിടത്തേക്കും മുന്നേ വേരുകൾ ഇപ്പോൾ പാലക്കാടായാലും തൃക്കരിപ്പൂരായാലും ഇനി ഇതാ ഇങ്ങോട്ട് തിരുവനന്തപുരത്തും ഉണ്ടാകുമെന്നുള്ളതാണ് അറിയിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിനയൻ രാജനൊപ്പം റിപ്പോർട്ടർ സുനിഷ ഇലോർ, ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം.